തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക്. നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഓഡിയൻസിനെ. ലെറ്റ്സ് വെൽക്കം. സർ പറയൂ, എവിടെ നിന്നാണ്? ഞങ്ങൾ എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. മലപ്പുറത്തുള്ള എംപയർ കോളേജ് ഓഫ് സയൻസ്. അതെ. അവിടെ നിന്നുള്ള സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. വെൽക്കം വെൽക്കം. വെറുതെ വന്ന് ഓഡിയൻസ് ആയിട്ടിരിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. സമ്മാനങ്ങൾ സ്വന്തമാക്കുക, ഗെയിമുകളിൽ പങ്കെടുക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ സ്മാർട്ട് സ്റ്റാർസിൽ ആദ്യം ഇങ്ങോട്ട് ക്ഷണിക്കാനുള്ളത് ഒരു കോമഡി ഡുവോനെയാണ്. കോമഡി ഡുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുമുള്ള ഈ ശരിക്കും പറഞ്ഞ ഈ കോമഡി ഓഫ് എറേഴ്സ് വെച്ചിട്ട് ഇവർ കളിക്കുന്ന ഒരു കളി കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. മാത്രമല്ല ഇവരുടെ കോമഡി ടൈമിംഗ് അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഷാജി മാവേലിക്കരൻ, വിനോദ്, ലെറ്റ്സ് വെൽക്കം. സൂപ്പർ സൂപ്പർ കേട്ടാ. വെൽക്കം വെൽക്കം. രാജേട്ടാ എന്തുണ്ട്? സുഖമാണോ? വാ വരൂ അങ്ങോട്ട്. നിങ്ങളുടെ കോമ്പിനേഷൻ പറഞ്ഞേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല. ഓഡിയൻസ് നിങ്ങളെ കാണാറില്ല ഇവരുടെ സ്കിറ്റ്? ഇഷ്ടമാണ്, വലിയൊരു ഐഡിയ. മറ്റേ പോലീസുകാരുടെ സ്കിറ്റ് ആണെങ്കിലും ആ ഡോക്ടറുടെ സാധനങ്ങള് ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള രണ്ടുപേരും മാത്രം വെച്ചിട്ട് തന്നെ ഇത്രയധികം സിനാരിയോകൾ ഉണ്ടാക്കി ചിരിപ്പിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ കോമഡി ടൈമിംഗ് അസാധ്യമാണ് പറയാതിരിക്കുന്നത്. നിങ്ങളുടെ കോമ്പിനേഷൻ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ നേരത്തെ സ്റ്റേജ് ഷോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം വരുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് സൂപ്പർ നൈറ്റിലാണ് വരുന്നത്. അതെ അതെ. അത് കഴിഞ്ഞാണ് നിങ്ങൾ ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചത്. വിനോദിന്റെ നാട് എവിടെയാ? ഞാന് പത്തനംതിട്ട ജില്ല കുറിയന്നൂർ എന്ന് പറയും. ആണ്. ഇപ്പൊ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുമ്പോഴും ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ വരുമ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ തമ്മിൽ ഒരു മാനസിക ഐക്യം ഉണ്ടെന്ന് നമുക്ക് തോന്നിയത്. ആണ്. നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയത് ഏതായിരുന്നു? ഗോപൻ ഗുണ്ട എന്ന് പറയുന്നത് ഓർമ്മയുണ്ട്. ഗോപൻ ഗുണ്ട ഓർമ്മയുണ്ട്. ഫ്ലവേഴ്സിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഒരു കല്യാണ വീഡിയോ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയ സാധനം. അപ്പൊ അതാ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. സാധനങ്ങളൊക്കെ നോക്കി വെച്ചായിരുന്നു? ഇല്ല. നോക്കി വെച്ചോ. ഇതിൽ നിന്ന് കുറെ സാധനം കൊണ്ടുപോകുള്ളതാ. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുവോ? എല്ലാരും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയാതിരുന്നാലേ അവർക്ക് ഗുണമുള്ളൂ. മൊത്തം വിട്ടേക്കാം, കാരണം ഒന്നും അറിഞ്ഞുകൂടാ. വിട്ടുതരുന്നല്ല, ഞങ്ങൊന്നും അറിയത്തില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഉണ്ടെങ്കിലും ഇന്നും ആ ട്രഡീഷണൽ സ്കിറ്റുകൾ കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാരും കാണാറുണ്ട്. പക്ഷേ ഇന്ന് അതിന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് തന്നെ കയറി നിൽക്കുന്ന ഒന്നാണ് യൂട്യൂബിൽ വരുന്ന കോമഡി ടീമുകൾ, അല്ലെ? ആ കോമഡി ടീമുകളിലെ ഒരു ഭയങ്കര ഫേമസ് ടീമിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എതിരാളികളായിട്ട്. അവരിപ്പോ ഒരു സിനിമയുടെ ഭാഗവും കൂടിയാണ് അവര്. അപ്പോ അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അവർക്ക് യൂട്യൂബിലെ പേര് കൂഡോസ് മീഡിയ എന്നാണ്. നിഹാൽ, അമീൻ, ഷാബാസ് ആൻഡ് നിബ്രാസ്, ഇവരെ 4 പേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു കാര്യം പറയണം, യൂട്യൂബിൽ അങ്ങറ്റം പുലികളായിട്ട് നിൽക്കുന്നവര് ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ചമ്മി നിൽക്കണ ഞാൻ കണ്ടിട്ടില്ല. വാ വാ, വരൂ വരൂ വരൂ, പ്ലീസ് വരൂ. അമീനെ, നിങ്ങളുടെ മോദി ഇതുവരെ ഞാൻ ചമ്മല് കണ്ടിട്ടില്ലല്ലോ. ബാക്കിയുള്ളവരെയൊക്കെ ചമ്മിപ്പിക്കുന്ന ആളാണല്ലോ. പാവം നിബ്രാസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മിക്കവാറും ഈ പറയുന്ന സ്ത്രീകളുടെ പേരിൽ ഒരുപാട് ചീത്തപ്പേര് കേൾക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലെ? അല്ലെ ഞാൻ പറഞ്ഞത് കണ്ടന്റ് ജീവിതത്തിലാണെന്ന് വിചാരിച്ചാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ അവരുടെ ആൾക്കാര് അല്ല, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ താഴെ ഇരുത്തുകയാണെങ്കിലും അവരങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ കൂടെ തന്നെ ഗെയിം കളിക്കാൻ ഇവരും ഉണ്ടാവും. സന്തോഷം. ഇത് ആദ്യം ചോദിക്കട്ടെ, കൂഡോസ് മീഡിയ കോവിഡ് സമയത്ത് തുടങ്ങിയതാണോ? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? തുടങ്ങിയിട്ട് ഇപ്പൊ 2.5 വർഷമായി. അപ്പൊ കോവിഡ് കഴിഞ്ഞിട്ട് തുടങ്ങിയത്. എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള അതിന്റെ കാരണം എന്താണ്? സിനിമയിലോട്ട് എങ്ങനെയാലും എത്തണമല്ലോ. നമുക്ക് അത് തന്നെയായിരുന്നു. നിങ്ങൾ 4 പേരും നേരത്തെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പഠിച്ചതാണ്? ഞാൻ ഇവനായിട്ട് 2ാം ക്ലാസ് തൊട്ട് അവനായിട്ട് 5ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഇവന് ഐഫോൺ ഉണ്ടായത് പുള്ളിയുടെ ഐഫോണിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നു. ആണ്. ഇവരെല്ലാരും ഇങ്ങനെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഷാബാസിനെ അവിടെ ഇങ്ങനെ ഒന്ന് മാറ്റി നിർത്തുന്നത് ഉണ്ട്. എന്താ മോനെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ കഴുത്തിന്. അങ്ങനെ കഴുത്തിനും ഞാൻ പറഞ്ഞില്ലേ, അത് മാറി മാറി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പടി കിട്ടാനുള്ള സാധനങ്ങൾ ചെയ്യുന്നത് ഒക്കെ കൊണ്ട് ഒരു ബാലൻസ് വളരെ രസകരമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ 4 പേര് ഒരുമിച്ച് അപ്പൊ സിനിമയിലെത്തിയോ? അതെ അതെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും തൽക്കാലം ഞാൻ ഇവിടെ ഇരുത്തുന്നു എന്ന് കരുതി രക്ഷപ്പെട്ടെന്ന് കരുതരുത്. ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്, അതിലൊക്കെ പങ്കെടുക്കാൻ വിളിക്കും കേട്ടോ. ഓക്കെ, ശരി. ഷാജി ചേട്ടനെയും വിനോദിന്റെയും നിങ്ങൾ കാണാറുള്ളതാണല്ലോ, സ്കിറ്റുകളെല്ലാം കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലാണ് ഇപ്പൊ ഇനി എതിരിടാൻ പോകുന്നത്, മത്സരിക്കാൻ പോകുന്നത്. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്.
ഓടു വാരു നേടു. തുടങ്ങുന്നത് റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ആകെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരങ്ങൾ പറയാനായിട്ട് ബസർ അമർത്തണം. എല്ലാവർക്കും കോമൺ ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തി ഉത്തരം പറയാം. കറക്റ്റ് ആണ് ഉത്തരമെങ്കിൽ 30 സെക്കൻഡ് സമയം നിലവറയിൽ കിട്ടും. നിലവറയിൽ കിട്ടുന്നത് നമ്മുടെ ഗ്രോസറി സെക്ഷനിലാണ്. അവിടെ ചെന്ന് 1000 രൂപയ്ക്ക് ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കാം. 1000 രൂപയ്ക്ക് മുകളിൽ പോയാൽ ആ സാധനം നിങ്ങൾക്ക് കിട്ടില്ല, നമ്മൾ തിരിച്ചെടുക്കും. റെഡിയല്ലേ? ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഇത് ഓവറായിട്ട് ചിന്തിക്കേണ്ട കുസൃതി ചോദ്യങ്ങളോ നമുക്കറിയാവുന്നതായിട്ടുള്ള ചെറിയ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടാവുള്ളൂ. അടുത്ത റൗണ്ടൊക്കെ പോകും തോറും ചോദ്യങ്ങളുടെ കട്ടി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നിച്ചാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതെല്ലാം? 2 അക്ഷരങ്ങളും ഞെക്കി കഴിഞ്ഞു. പറ. അയ്യോ, നിങ്ങൾക്ക് ഇതിൽ ട്യൂഷൻ എന്തോ ഉണ്ടല്ലേ? സത്യം പറയല്ലേ? കാള ഇങ്ങനെ ലുക്കെങ്കില് മനസ്സ് വളരെ ചെറുതാണ്. കണ്ടില്ലേ? കുരുത്തക്കേട് മൊത്തം ഉണ്ട്. ആ, അയ്യോ, കറക്റ്റ് ആണ്. ചെയ്തിട്ട് ഇത് കിട്ടുന്നില്ല. വിനോദനാണോ ഷാജേട്ടനാണോ അവിടെ ഷോപ്പിംഗ്? ഷാജേട്ടൻ പോകുന്നു അല്ലേ? മീനാക്ഷി ചോദിക്കട്ടെ, അവിടെ എല്ലാം സെറ്റ് ആണോ? മീനാക്ഷി, ഇവിടെ ആസ് ഓൾവേസ് എല്ലാം സെറ്റ് ആണ്. ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. റൂൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ ഓക്കെ, അപ്പൊ പലചരക്ക് സാധനമാണ്. 1000 രൂപയ്ക്ക് താഴെ നിർത്തണം. ഓക്കെ അല്ലേ? 10-700 മതി, അതിന് മേളിൽ പോയാൽ കിട്ടത്തില്ല. കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണേ. ഓടു വാരു നേടു. ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ ചേട്ടാ. 1000 രൂപയാണ് ബഡ്ജറ്റ്. കണക്കുകളൊക്കെ വളരെ കൃത്യമായിരിക്കണം. 20 സെക്കൻഡ് ബാക്കിയുണ്ട്. 3 പഞ്ചസാരയോ പരിപ്പ് അരി എല്ലാം 2 എടുക്കേണ്ടി തോന്നുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് 10 സെക്കൻഡ് ബാക്കിയുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ സൂക്ഷിച്ചെടുത്തോ. 8, 7, 6, 5, 4, 3, 2. സൂപ്പർ. സൂപ്പർ മാർക്കറ്റ് ഷോപ്പ് ചെയ്യുന്ന ലാഘവത്തോടുകൂടിയല്ലേ ചെയ്തത്? എന്ത് എളുപ്പം ചെയ്തെന്ന് പറഞ്ഞു. ഈ പഞ്ചസാര എത്ര എടുക്കേണ്ട കാര്യം? ആ, പുള്ളിക്ക് വേണ്ടിട്ടാ. ഞാനോ? അപ്പൊ ഇതിനകത്ത് എത്ര രൂപയുടെ സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. 1000-ന് മുകളിൽ പോയാൽ ഈ സാധനം ഒന്നും കിട്ടത്തുമില്ല. പക്ഷെ ഒരു ഓപ്ഷൻ തരാം. ഇതിൽ വില നോക്കുന്നതിന് മുമ്പേ അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. കണ്ടായിരുന്നു? ഒരു ചുവന്ന പെട്ടി ഇരിക്കുന്നുണ്ടോ? കണ്ടില്ലേ? ആ പെട്ടിക്കകത്ത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. പെട്ടിക്കകത്ത് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ എന്തെങ്കിലും നല്ല വില കൂടിയ സാധനം ഉണ്ടാവും. ഈ സാധനങ്ങളുടെ വില നോക്കി 1000-ൽ താഴെയാണെ അത് കൊണ്ടുപോകണോ, അതോ ആ മീനാക്ഷി പിടിച്ചു നിൽക്കുന്ന ചുവന്ന പെട്ടി വേണോ? പോട്ട് വെട്ടി പിടിക്കാം. ആ തനതായ ശൈലി പോന്നേ പോട്ടെ, ഞാൻ വെട്ടി പിടിക്കാം. ആ പെട്ടി പെട്ടിയാണ്. അപ്പൊ ഈ കഷ്ടപ്പെട്ട ഈ പാവപ്പെട്ട എടുത്തൊന്നും വേണ്ട. അങ്ങനൊന്നും കുഴപ്പമില്ല. ആ ചോദ്യത്തിൽ എന്തോ ഒരു ദുരൂഹത കിടക്കുന്നുണ്ട്. അതിൽ 600 രൂപയുടെ സാധനം കാണും. 600 രൂപ പിന്നെ വേണ്ട, ഇത് തന്നെ മതി. പറഞ്ഞ 600 രൂപയ്ക്കുള്ള സാധനം ഉണ്ടെന്നാ പറഞ്ഞത് അല്ലേ? നോക്കട്ടെ. പഞ്ചസാര ചെറുത് 30, 56, 86. മൈദ 69. പഞ്ചസാര അവിടെ തീരുന്നില്ല, ഇനിയും ഒരു പഞ്ചസാരയുണ്ട്. അടുത്ത 30. ഇതുവരെ ആയിട്ട് 185 ആയിട്ടേ ഉള്ളൂ. ചെറിയ ഷോപ്പിംഗ് നടത്തിയിരിക്കുന്നത്. അരി 65. ഒരു 3 അക്ക സാധനം പോലും വന്നിട്ടില്ലെന്ന് ഇതുവരെ. 110, 360 60. എല്ലാം കൂടി 420 രൂപയുടെ സാധനം എടുത്തു. അതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ 420 തന്നെ ഈ സാധനം മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്, വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 420, ഏതാണ്ട് 1000 രൂപയുടെ വകുപ്പുണ്ടായിരുന്നു. ആകെ 420 എടുത്തുള്ളൂ. കമ്പനിക്ക് ലാഭമാണ്. ഇതെങ്കിലും നമ്മുടെ അക്കൗണ്ട് തുറക്കാൻ സമയമായി കേട്ടോ. അവരെ ബസർ അടിക്കുന്നതിന് മുമ്പ് അടിക്കാൻ നോക്കുക. ഓക്കെ, അടിച്ചാൽ മാത്രം പോരല്ലോ. ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഏത് മതഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ നിയമസംഹിതയാണ് ശരിയ അല്ലെങ്കിൽ ശരീഅത്ത് നിയമങ്ങൾ? ആ, നിങ്ങൾക്ക് ഉത്തരവില്ല. അവര് പറഞ്ഞു കറക്റ്റായിട്ട് ഉത്തരം പറയൂ. ഖുർആനാണ്. ഖുർആൻ ശരിയായ ഉത്തരം. സംശയം ഖുർആനല്ലേ? ആരാ പോകുന്നത്? അല്ല, ഉത്തരം പറഞ്ഞല്ലേ നീ? അതല്ലേ, അതാണ് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അമ്മീൻ പോകും അല്ലേ? റെഡി? ഓടു വാരു നേടു. തുറന്നുകൂടെ?
ഇതിലൊക്കെ എടി ചേച്ചി. മിൽക്ക് മെയ്ഡാ, 2 മിൽക്ക് മെയ്ഡാ. ഇതെന്താ മിൽക്ക് മെയ്ഡിന്റെ വീട്ടിലൊക്കെ അവനെ സാധനം മേടിക്കും. ഫുള്ള് മറ്റേ ജങ്ക് ഫുഡാണ് എടുത്തിരിക്കുന്നത്. 15 സെക്കൻഡ് ബാക്കിയുണ്ട് അമീനെ. നോക്ക് സെറിലാക്ക. ഭയങ്കര വെറൈറ്റി സാധനങ്ങള്. ഓക്കെ ജയിക്കരുത് എന്നുള്ള എന്തോ ഒരു വിചാരത്തിൽ അവർക്ക് കൊടുത്ത അതേ ഓപ്ഷൻ നിങ്ങൾക്ക് തരണമല്ലോ. ഇത് കണ്ടിട്ട് 1000 മുകളിൽ നമ്മള് 1000 മേലെ പൈസ അടച്ചാ ഇല്ല. ആ റെഡ് ബോക്സ് അവിടെ ഇരിപ്പുണ്ട്. മീനാക്ഷിയുടെ കയ്യിൽ ആ റെഡ് ബോക്സ് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. ഇത് വേണോ? റെഡ് ബോക്സ് വേണോ? വില നോക്ക്. അല്ല, വില നോക്കണേ പറയണം. പറയണോ? ആ നമുക്ക് റിസ്ക് എടുക്കാം. എടുക്കല്ലേ ചേച്ചി? ആ പെട്ടി പെട്ടി മതി. ബോക്സ് ആണോ വേണ്ടേ? അതെ അതെ അതെ, ഒന്ന് തുറന്നു. കനമുണ്ട് മിഥുൻ ചേട്ടാ. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണം. ആക്ടിങ് ആണല്ലേ? ആ വാ ഇത് പിടിക്കണേ, എന്നിട്ട് പറയണ ആക്ടിങ് ആണോന്ന്. നോക്കട്ടെ. ആക്ടിങ് ആണോ? അല്ലോ, ആ വെയിറ്റ് ഉണ്ട്. ചക്കയായിരിക്കും. അല്ലെ മറ്റേ തണ്ണിമത്തന്റെ ഷാജേട്ടന് വിനോദിനെ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്നുമില്ലല്ലേ, കളിയാക്കല്ലേ കേട്ടോ. എന്താ നമുക്ക് മിസ്സായതെന്ന് അറിയണ്ടേ? പുള്ളിയുടെ മുഖത്തുണ്ട്, അതിനകത്തൊന്നുമില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ശരിക്കും ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ ഈ ഒരു പരിപാടി തുടങ്ങിയതിനു ശേഷം നമ്മുടെ ക്യൂഡോസ് മീഡിയ ഒന്നുമില്ലടാ. ഇത് പറഞ്ഞ് boost പറഞ്ഞ് ചെയ്യാനുള്ള. വിഷമിപ്പിക്കാതെ അങ്ങ് തുറക്കാൻ. പാടില്ല. എങ്ങനെയാണ് എല്ലായിടത്തും ഉള്ള റിയാക്ഷൻ, ഫാൻസിന്റെ റിയാക്ഷൻ? എല്ലാം നല്ല ഫാമിലിയാണ് കൂടുതൽ നമ്മളെ വീഡിയോസ്. ഏജ്ഡ് ആയിട്ടുള്ള കുറെ അമ്മൂമ്മമാരും അങ്ങനത്തെ ഫാൻസ് ഉണ്ടല്ലോ. അതാണ് കൂടുതൽ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾ അല്ലേ? കൂടുതൽ അഡൽട്ട് കോമഡികൾ നമ്മൾ അങ്ങനെ കൂടുതൽ കേട്ടത്തില്ല, ഫാമിലി എല്ലാരും കാണുന്നില്ല. എങ്ങനെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലോട്ട് കോള് വന്നേ? വിളിച്ച് ഇതണക്ക് ഇങ്ങനെ ഒരു പടമുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ, ധ്യാൻ ചേട്ടനാണ് ഹീറോ. എന്നിട്ട് അവരൊരു ഇൻട്രൊഡക്ഷൻ ടീസർ ഇറക്കിയായിരുന്നു പടം ഷൂട്ടിന് മുമ്പായിട്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കണ്ട്, രണ്ടുപേരും ചെന്ന് കണ്ട് സ്ക്രിപ്റ്റും വായിച്ച്. അപ്പം എല്ലാരും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിലിം എല്ലാം ഹോൾ ടീമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം സാധാരണ ഇപ്പൊ അതിൽ ഒരാളെ കിട്ടുക അല്ലെങ്കിൽ 2 പേർ കിട്ടുക എന്നുള്ളൂ. നിങ്ങളെ 4 പേരെ ഒരേപോലെ വീക്കെൻഡിന്റെ ബാനറിൽ ഫസ്റ്റ് പടം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം. അപ്പൊ എന്താണ് ഇതിനകത്തുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഫാനാണ്. അപ്പൊ 1000-നുള്ള സാധനത്തിന് പകരം കിട്ടിയിരിക്കുന്നത് 2739 രൂപയുടെ ഫാനാണ് കേട്ടോ. ഞങ്ങൾ പപ്പാതി 1.5 ലീഫും കൊണ്ട് പോകേണ്ടി വന്നില്ല. അപ്പൊ ഇനി അങ്ങോട്ടൊരു അടിയളക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. റൗണ്ട് 2ലേക്ക് കടക്കാം. റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ 2-1 അറിയാം. ഇത് വളരെ എളുപ്പമുള്ള റൗണ്ടാണ്. പക്ഷെ ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ പാസ് ഇല്ല. നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് മാത്രമാണ്. അത് അവർ തെറ്റിച്ചാലോ ഇതൊന്നും നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്കും സെപ്പറേറ്റ് ചോദ്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ചാൻസ് കിട്ടുന്നത് നമ്മുടെ ഓഡിയൻസിനായിരിക്കും കേട്ടോ. അപ്പോ ഇവര് തെറ്റിക്കണേ എന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ഓഡിയോ ആവാം, വീഡിയോ ആവാം, സ്റ്റില്ലാവാം, എന്തുവേണല്ലോ ശ്രദ്ധിച്ചു കാണുക. ചെറിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യമായിട്ട് വരിക. അതിനകത്ത് കാണുന്ന കളറുകളോ നമ്പറുകളോ ഒക്കെ ചിലപ്പോൾ ചോദ്യത്തിൽ വരാം. അപ്പൊ അതുകൊണ്ട് തുടങ്ങല്ലോ വരുള്ളൂ. ശരി, ആദ്യത്തത് വീഡിയോ ശ്രദ്ധിച്ചു. ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് മഞ്ചേരി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. ആകെ 12 പേരാണ് വിചാരണ നേരിട്ടത്. അതിൽ 9 പേരെയും വെറുതെ വിട്ടു. മറ്റന്നാൾ ഈ കേസിന്റെ ശിക്ഷാവിധിയും കോടതി പറയും. കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായാണ് ഇത് പരിഗണിക്കുന്നത്. കണ്ടു. ഓക്കെ, അതിനിടയിൽ വന്നതെല്ലാം കണ്ടില്ല. പിന്നെ എല്ലാം കണ്ടു. ഇടയിൽ വന്നതെല്ലാം കണ്ടില്ല. എല്ലാം കണ്ടു. കാറുകളുടെ എണ്ണമൊക്കെ കണ്ടായിരുന്നു. കാറുണ്ടോ? F1 ഡ്രൈവർ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? മനസ്സിലായി? മനസ്സിലൊന്നും ആയില്ല. അയാളെ പേരൊന്നും അറിഞ്ഞൂടാ. ഒരു ഇംഗ്ലീഷുകാരനെ കണ്ട്. ഒരു സാഹിബിനെ ഡ്രൈവറായിരുന്നു. അയാൾ ഡ്രൈവർ അല്ലേ? F1 ഡ്രൈവർ ആണ്. F1 ഫോർമുല 1. എന്തോട്? ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് എഴുതി കാണിച്ചിരുന്നു. എന്തായിരുന്നു ആ പേര്? തെക്കേടത്ത് അച്യുതൻകുട്ടി. തെക്കേടത്ത് അച്യുതൻകുട്ടി എന്നാണോ എഴുതി കാണിച്ചത്? ഉറപ്പാണ്? ആണ്. രാമൻകുട്ടിയുടെ ചേട്ടൻ തെക്കേടത്ത് അച്യുതൻകുട്ടി. ആ, തെക്കേടത്ത് രാമൻകുട്ടിയുടെ ചേട്ടൻ തെക്കേടത്ത് അച്യുതൻകുട്ടി. അതെ, അച്ചുവേട്ടന്റെ സാമ്പാർ. അതെ അതെ. സാമ്പാർ അച്ചുവേട്ടനെ പോലെയാണ്. താടി അപ്പോ കറക്റ്റാണ്.
ഗെയിം എന്താണെന്ന് അറിയണ്ടേ? ഓ ഓടിപ്പോയി. മീനാക്ഷി വിതിൻ ചേട്ടാ എന്തോ ഇതെന്താണ്? ഇത് മീൻ. മീൻ. ഓക്കെ, ഇതെന്താണ്? കുരുവി. കുരുവിയല്ല, ഇത് പ്രാവ്. പ്രാവാ. കണ്ടോ, ഇതാണ് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. കാരണം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇവിടെ കുറെ അനിമൽസിന്റെ പടമുണ്ട്. അപ്പൊ ഇതൊരു പ്രാവാണ്, കുരുവിയല്ല. പ്രാവിന് എന്ത് ചെയ്യണം? ഇവിടെ ഒട്ടിക്കണം. ഇവിടെ ഹാംസ്റ്ററാ. എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് അത്ര. ഹാംസ്റ്റർ, ഇത് മുയൽ, ഇത് നായ്ക്കുട്ടി, അങ്ങനെ 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 എല്ലാരും ഇതിനകത്തുണ്ട് കാർഡ്സ്. അപ്പൊ അത് ചൂസ് ചെയ്ത് ഒട്ടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുക്കുക. നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ഗിഫ്റ്റ് എടുക്കാനും യു വിൽ ഹാവ് 45 seconds. റെഡിയല്ലേ? സ്കൂൾ ചാമ്പ്യനെ ഓട്ടത്തില്. ആണോ? എന്നാ അത് കാണണല്ലോ. നിബ്രാസേ വാ. ഓടിക്കുക. വരൂ മൈക്ക് പറ. അപ്പോ നിബ്രാസ ധൈര്യമായിട്ട് കളി മനസ്സിലായില്ലേ? ഇപ്പൊ കണ്ടില്ലേ? അത് ഒട്ടിക്കണം. ഒട്ടും അല്ലേ? പാളും കേട്ടോ, നോക്കൂ. ഒന്നുമില്ല, ഒരു രക്ഷ. അത് കഴിഞ്ഞാൽ എടുക്കേണ്ട അറിയാലോ. ഈ റെഡ് റിബണിലുള്ള മാക്സിമം സാധനം എടുത്ത് വേണം വരാൻ. മാക്സിമം എടുക്കാം. മാക്സിമം എടുക്കാം. കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും എടുക്കാം ഈ ശരീരത്തില്. നിബ്രാസെ ഇഞ്ചക്ഷൻ കുക്കർ മറക്കണ്ട, ഫ്ലാറ്റ് ഇല്ല. ഓടൂ, വാരൂ, നേടൂ, go. ഓടി വാ നിബ്രു. എന്താണ് സ്ലോ മോഷനിൽ നടക്കരുത്. വിജയാണ്. ഓക്കെ ഓക്കെ. ആ പ്രാവ് ഒട്ടിക്ക്. ആ വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ഹാംസ്റ്റർ. അടുത്തത് നായ്ക്കുട്ടി. ഓക്കെ, തത്ത, പാരറ്റ്. Just one more. പോയി. റാബിറ്റ്. ഓക്കെ, സ്കൂട്ടർ ഇല്ല. റെഡ് റിബൺ കെട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ മാത്രം. 7 6 5 4 3 1. കറങ്ങിയിട്ടുണ്ട്. നന്നായി, എടുത്തെല്ലാം കൊള്ളാം. വാ. കൺഫ്യൂഷൻ ആയി പോയി. ഇഞ്ചക്ഷൻ കുക്കർ എടുത്തില്ല. കുക്കർ ഞാൻ തപ്പിയിട്ട് അവിടെ ഈ കിട്ടിയില്ല. സൈഡിൽ ഇൻഡക്ഷൻ കുക്കറോ? കുക്കർ ഇല്ലേ നിബ്രാസേ? ബിന്ദു പണിക്കരല്ലേ? എന്താ കിട്ടിയെന്നറിയണ്ടേ? നോക്കട്ടെ. ഇത്രയും കഷ്ടപ്പെട്ട് പുള്ളി പോയി എടുത്തോണ്ട് ഒരു ഫ്ലാസ്ക്, വീട്ടിൽ കൊടുക്കാം. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോൾ. അതെന്റെ വീട്ടിലോട്ട്. അപ്പൊ ഇത് എനിക്ക് അത് ഷെഹുവിന്. ചൂടാറാ പെട്ടി, എനർജി സേവിംഗ് പോട്ട്. ഒരെണ്ണം എടുക്കണ്ടായിരുന്നു, അപ്പൊ 4 പേർക്ക് ആവായിരുന്നു. ഫാൻ കിട്ടി. ഫാൻ എടുത്തു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് നേടി. ഇതാ എടുത്തു വെച്ചോ. അപ്പൊ ഇനി തിരിച്ചു വെക്കോ. നമുക്ക് അടുത്തേലും വിളിക്കാം. ചാച്ചേട്ടാ, ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ ഓഡിയൻസ് കൊണ്ടുപോകും. അതുകൊണ്ടാണ്. അപ്പൊ വീഡിയോ കാണാം അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2, വീഡിയോ പ്ലീസ്. അപ്പൊ എല്ലാരും നിലമ്പൂർക്ക് വണ്ടി കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ശരി, അപ്പൊ ചർച്ച തുടങ്ങല്ലേ? നിലമ്പൂരിലെ ചർച്ചാ വിഷയം പിണറായിസം, അതിനെന്ത് തർക്കം? ആ ചർച്ച അൻവർ അവസാനിപ്പിച്ചിട്ടില്ല. ആ ചർച്ച കാണാന് ഇനി ആളുണ്ടാവോ? ഞാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത്. ശരി. കണ്ടു, എല്ലാം ശ്രദ്ധിച്ചോ? ചോദ്യം: ഏത് ജോഷി മമ്മൂട്ടി ചിത്രത്തിന്റെ പോസ്റ്ററാണ് വീഡിയോയിൽ കണ്ടത്? ഏപ്രിൽ 18, മുഹൂർത്തം 11:30. പറഞ്ഞോ? മുഹൂർത്തം 11:30. മുഹൂർത്തം 11:30 അതായിരുന്നു കണ്ടത് അല്ലേ? കറക്റ്റ് ആണ്, ശരിയായ ഉത്തരം. അപ്പൊ കലകി. ഇനി 45 സെക്കൻഡ് സമയമുണ്ട് നിലവറയില്. ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് നേരെ മീനാക്ഷിയിലോട്ട് പോവാം. മീനാക്ഷി, ഇവിടെ പല നിറത്തിലുള്ള ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിലേക്ക് മാച്ചിങ് കളേഴ്സ് ആയിട്ടുള്ള സ്പോഞ്ചസ് ഇങ്ങനെ ഓരോന്ന് വീതം നിങ്ങൾ പെറുക്കി ഇടണം. അപ്പൊ ഒരു കപ്പില് 3 എണ്ണം ഇടണം. ഇതിങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോ ഇടാൻ ഇത്തിരി പാടാണ്. അപ്പൊ ബാലൻസ് ആണ് മെയിൻ. ഓക്കെ, ആരാ പോന്നേ? ഇത് എളുപ്പം കിട്ടും. 3 എണ്ണം ഇട്ടാ മതി. പിന്നെന്താ എടുക്കണ്ടേ? അത് കഴിഞ്ഞാ ചുവന്ന റിബൺ കിട്ടിയ എത്ര സാധനം വേണേ എടുക്കാം. കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും എടുത്തു. താഴെ നിന്ന് വിളിക്കണേ. ഓടൂ, വാരൂ, നേടൂ, go. ചേട്ടാ ഓടി വരൂ. യെസ്. ആദ്യം തന്നെ നമുക്ക് റെഡ് ഫില്ല് ചെയ്യാം. റെഡ് ഏതാ? അത് വെരി ഗുഡ്. ഓക്കെ, പിങ്ക് ആണ് ചേട്ടൻ അടുത്തായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ 2 എണ്ണം ഇട്ടു. ഇനി അടുത്തത് ബ്ലൂ. വെരി ഗുഡ്. ഇനി 2 കളർ കൂടി ബാക്കിയുള്ളൂ. ഓക്കെ, 1 പോട്ടെ. 2 3. വെരി ഗുഡ്. അടുത്തത് മഞ്ഞ, ദ ഫൈനൽ കളർ.
ടൈം 3 കഴിഞ്ഞു. ടാസ്ക് കഴിഞ്ഞു. ഇനി ഗിഫ്റ്റ് എടുത്തോ ചേട്ടാ. 7 6 5 4 3 കലക്കി. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണോ നമുക്ക് നോക്കണ്ടേ. ഇനി നമ്മൾ ഷൂട്ടിനൊക്കെ പോകുമ്പോ ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കണം തോന്നിയാൽ ഒരു സാൻഡ്വിച്ച് മേക്കർ, ടോസ്റ്റ് ഒക്കെ ചെയ്ത് കഴിക്കാം. ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് പുള്ളി രണ്ടാമത് എടുത്തത്, ഒരു സോഡ മേക്കർ. ഒന്നും കിട്ടിയില്ല, അത് കിട്ടിയാ മതി. പിന്നെ ഒരു എമർജൻസി ലാമ്പ്, അതും ആവശ്യം. നമ്മൾ പിന്നെ ഇനി നിങ്ങൾ എടുക്കാൻ പറ്റാത്ത സാധനം, നിബ്രാസ് പറഞ്ഞ് എടുക്കാൻ പറ്റാത്ത സാധനം, ഇൻഡക്ഷൻ കുക്കർ. കളക്ടർ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അടിപൊളിയായി കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. കലക്കി. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ഒരു വിഷമത്തിലാണ് അവസാനിക്കുന്നത്. നിങ്ങളെല്ലാം ശരിയാക്കി കഴിഞ്ഞാല് നമ്മുടെ പാവ ഓഡിയൻസിന് ഒരു അവസരമില്ല. നമുക്ക് അവർക്കൊരു ചോദ്യം കൊടുക്കാം അല്ലേ, അവർക്കൊരു അവസരം കൊടുക്കാം അല്ലേ. ശരി, ഇപ്പൊ നമ്മൾ കണ്ടത് ജോഷി മമ്മൂട്ടി ചിത്രം അല്ലേ, മുഹൂർത്തം 11:30 അതല്ലേ കണ്ടത്. നമുക്ക് മറ്റൊരു ജോഷി മമ്മൂട്ടി ചിത്രത്തെ കുറിച്ച് ചോദിക്കാം. മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് GK എന്നാണ്, ജി കൃഷ്ണമൂർത്തി. ഒരു പത്രാധിപരുടെ കഥാപാത്രമാണ് അവതരിപ്പിച്ചത്. ഒരു സ്യൂഡോണിയം ഉണ്ട് അദ്ദേഹത്തിന്, ഒരു പെൻ നെയിം ഉണ്ട് അതിനകത്ത്, അത് വിശ്വനാഥൻ എന്നാണ്. ചിത്രം ഏതാണെന്നുള്ളതാണ് ചോദ്യം. മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ വന്ന ഒരു പക്ഷേ മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നായിരുന്നു ഇത്. ന്യൂഡൽഹി. ജോഷി മമ്മൂട്ടി ചിത്രം ന്യൂഡൽഹി. ഉറപ്പാണ്. എന്നാ മൈക്കോടത്തേക്ക് വാ, കറക്റ്റ് ആവത്തല്ലേ. വാ. എന്താണ് പേരെന്താണ്? അഭിജിത്ത്. മൈക്ക് പറഞ്ഞു. അഭിജിത്ത് എന്താ ചെയ്യണേ? BBA ഏവിയേഷൻ. ഓ അടിപൊളി. ഏവിയേഷന്റെ ഒരു കോഴ്സ് അല്ലേ അവിടെ ഉണ്ടല്ലേ അഭിജിത്തെ? അപ്പോ നമുക്ക് ഓടിച്ചെന്ന് എടുക്കാനായിട്ട് 10 സെക്കൻഡ് സമയം. ഒരു ഗെയിമും കളിക്കണ്ട. 10 സെക്കൻഡ് സമയം കൊണ്ട് റെഡ് റിബൺ കെട്ടിയിട്ടുള്ള ഇഷ്ടമുള്ള അത്രയും സാധനം എടുത്തു വരാം. മനസ്സിലൊരു പ്ലാൻ ഇട്ട് അല്ലേ? മൈക്കിനെ എടുത്തോളാം. റെഡി? ഓടൂ, വാരൂ, നേടൂ. Go! കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. 7 6 5 4 3 2 ഞാൻ പറയുകയാണെങ്കിൽ പിള്ളേരെ കണ്ട് പഠിക്കണം. അവനോട് പറ. ഡിബ്രാസിനോടാണ് പറഞ്ഞത്. എന്താ എടുത്തോളം കുട്ടു വന്നു, കുടവും കുട്ടും. ഇവനിങ്ങനെ മറ്റേ മിണ്ടാതെ നിന്നിട്ടേ സാധനം എന്നറിയോ, നോട്ടോട്ട് വെച്ച വന്നപ്പോഴേ ഡിന്നർ സെറ്റ്. അതും 27 പീസ് ഡിന്നർ സെറ്റ്. അതിന്റെ കൂടെ ഒരു പ്രഷർ കുക്കർ. പുള്ളിക്ക് ആ പ്രഷർ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാ, പയ്യൻ പറ. അതിന്റെ കൂടെ നിങ്ങൾ നേരത്തെ എടുത്ത സാൻഡ്വിച്ച് മേക്കർ. ആരെങ്കിലും ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതെനിക്ക് സൂപ്പർ. റൗണ്ട് 3 ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു വിഷയം ചൂസ് ചെയ്യാം. തെരഞ്ഞെടുത്തതിന് ശേഷം കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 45 സെക്കൻഡ് സമയം വീണ്ടും നിലവറയിൽ കിട്ടും. നിലവറയിൽ ആ സമയത്ത് ഒരു ഗെയിം കളിക്കാനുണ്ട്. ഗെയിം കഴിഞ്ഞ് പക്ഷെ നിങ്ങൾ എടുക്കേണ്ടത് സാധനങ്ങളല്ല, അവിടെ 4 ബോക്സുകൾ ഉണ്ടാവും. അതിൽ ഒരു ബോക്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ 4 ബോക്സിൽ 2 നല്ലതും 2 മോശമാണ്. അതായത് 2 പോസിറ്റീവ് 2 നെഗറ്റീവ്. ശരി, നോക്കാം നമുക്ക് അല്ലേ. വിഷയം എവിടെ തുടങ്ങാം? ഓക്കെ, ഏതാണ് വിഷയം എന്നുള്ളത് ചൂസ് ചെയ്യാം. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. സിനിമ എടുക്കാം അല്ലെ? ഇന്ത്യൻ സിനിമ. ഓക്കെ, ഇന്ത്യൻ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. പ്രചോദനം എന്ന് പറയുന്നത് മെമന്റോ എന്ന് പറയുന്ന സിനിമയാണ്. 2005 തമിഴില് ഇത് സൂര്യയും അസിനും ചേർന്ന് അഭിനയിച്ചു. 2008 ഹിന്ദിയിൽ ആമിർ ഖാനും അസിനും ചേർന്ന് അഭിനയിച്ചു. ഏത് സിനിമയെ കുറിച്ചുള്ള ക്ലൂകളാണ് ഇവ? അവർക്ക് അറിഞ്ഞൂടെങ്കിൽ നമുക്ക് പറയാമോ? ഇല്ല. ഓക്കെ, ഗജിനിയാണ് ഉത്തരം അല്ലേ? ഉറപ്പിക്കാലോ അല്ലേ? ഉറപ്പിക്കാം അല്ലേ? ഗജിനിയാണ് ശരിയായ ഉത്തരം. അപ്പോ ഇനി കിട്ടാനുള്ളത് 45 സെക്കൻഡ് സമയമാണ്.
എന്താണ് ഗെയിം എന്നുള്ളത് മീനാക്ഷിയിലോട്ട് പോകാം. കളർ വീലാണ് നമ്മുടെ അടുത്ത ഗെയിം. അതായത് ഇതാ ഇവിടെ ഒരു കളർ വീല് കണ്ടോ? ആ കണ്ടു. ആ അപ്പൊ ഇതിനകത്ത് ഇതാ ഇങ്ങനെ ഓരോ സ്റ്റിക്ക് ഇങ്ങനെ മാച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എന്ത് എളുപ്പമുള്ള ഒരു ടാസ്ക് ആണല്ലേ? സത്യം. അതാണ്. അപ്പൊ എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അറിയാലോ, ഇതിൽ നിന്നും ഒരു മിസ്റ്ററി ബോക്സ് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനെ വിശ്വസിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. നിലവറ അടക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കുക. ഓക്കെ, ആരാ പോകുന്നത്? വിനോദനാണോ ഷാജോനാണോ? വിനോദനാണ് ഇവിടുത്തെ. ഇവിടെ മറ്റേ ജോലി ചെയ്യാൻ കൊണ്ടുവന്ന കേട്ടോ വിനോദം. പിന്നല്ല. ഓക്കെ, ഓടൂ വാരൂ നേടൂ ഗോ. ഞാനിത് പിടിച്ച് സൈഡിൽ നിൽക്കാം, ചേട്ടൻ ഇത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, മഞ്ഞ, ഓക്കെ, പച്ച, ഓറഞ്ച്, ഓക്കെ, ബ്ലൂ, വയലറ്റ്. ആ പോട്ടെ, വയലറ്റ്. ഓക്കെ, ഇനി എന്താ? റെഡ്. ചേട്ടാ സ്പീഡാക്കിക്കോ. വെരി ഗുഡ്, കഴിഞ്ഞു, ടാസ്ക് കഴിഞ്ഞു. ഇനി മിസ്റ്ററി ബോക്സ് ആണ്. കൗണ്ട് ഡൗൺ വന്നു. 8, 7, 6, 5, 4, 3, 2. സമാധാനം. അവസാന നിമിഷം വരെ അവിടെ കാത്തിക്കുവായിരുന്നല്ലേ? എനിക്കല്ലേ കിടന്നായിരുന്നു ഞാൻ ഇങ്ങ് വരും. നോക്കല്ലേ? നിങ്ങളുടെ സിനിമ എങ്ങനെയാണ് ഇപ്പൊ? ചോദിച്ചല്ലോ. ഇവിടെ സാധനം എടുക്കാനുള്ള തിരക്കില് സിനിമയുടെ കാര്യം അത് വിട്. എങ്ങനെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ? ഇപ്പൊ പണ്ടപ്പോ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ധ്യാൻ ഒരു ഡിറ്റക്റ്റീവ് ആണ് എന്നുള്ളത്. ടൈറ്റിൽ ക്യാരക്ടർ തന്നെയാണ് ഉജ്ജ്വലൻ അല്ലേ? ആണ്. പക്ഷെ അതേസമയം ഇപ്പുറത്ത് വേറൊരു ഡിറ്റക്റ്റീവിനെ കണ്ടല്ലോ. സിജുചേട്ടനാണോ? ആ, സിജു വിൽസൺ. പുള്ളി ഡിറ്റക്റ്റീവ് അല്ല, CI ആയിട്ട്. ഓ, പുള്ളി CI ആണ്. പുള്ളിയുടെ കൂടെയുള്ള കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേര്. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ധ്യാന്റെ കൂടെയാണ്. ആണ്. ആരൊക്കെയാണ് വേറെ ആരൊക്കെയാണ് സിനിമയിലുള്ളത്? റോണി ചേട്ടൻ, സീമ ചേച്ചി. പടം നിങ്ങൾ തന്നെയാണോ ഡബ് ചെയ്തേ? ആണ്. ഓക്കേ. അതിന്റെ ഇടയിൽ കൂടെ കയറി ഡബ് ചെയ്യാനായിട്ടാ. സത്യമായിട്ട് പണ്ടേ വിട്ട സീനല്ലേ? പിന്നെ അതെ. പക്ഷെ നിങ്ങൾ കാരണം ഫസ്റ്റ് പടം ആയതുകൊണ്ട് ചോദിച്ചതാ. അല്ല, നമ്മൾ ഡബ് ചെയ്ത് ഇറങ്ങും. ഡബ് ചെയ്താണ് പറഞ്ഞത്, അല്ലാതെ ലൈവ് അല്ല. ഓ, അങ്ങനെയാണ്. അത് അടിപൊളിയാണ് കേട്ടോ. ഒന്നില്ല, ആരും പറഞ്ഞില്ല. ഇനി നമുക്ക് നോക്കാം അല്ലേ? ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വെറുതെ വിഷമാവണ്ടല്ലോ. കാരണം നമുക്ക് കിട്ടുന്നത് ഒരു വാഷിംഗ് മെഷീനാണ്. കണ്ടില്ലേ? ഹാപ്പി അല്ലേ? ക്വസ്റ്റ്യന് ഉത്തരം പറയണ്ട, വെറുതെ പോണ്ടെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഇപ്പൊ കിട്ടിയത് കണ്ടോ? സൂപ്പർ ആയിട്ട് കളിച്ച് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കി. അപ്പൊ ഇനി നമ്മുടെ അവസരമാണ്. വിഷയത്തിൽ ഇന്ത്യൻ സിനിമ പോയി, വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അതെ, ഇനി 5 എണ്ണമാണ് ഉള്ളത്. 5 ടോപ്പിക്കുകൾ: കേരള ചരിത്രം, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ആകെ അറിയാവുന്നത് സിനിമയായിരുന്നു. ആ സിനിമ പോയി. കേരള ചരിത്രം ചരിത്രം തിരുത്തേണ്ടി വരും. കായികം എടുക്കാലോ. സ്പോർട്സ് ഏതാണ് ഇഷ്ടമുള്ള സ്പോർട്ട്? ഇല്ല. ആകെ റെസിഡൻസ് അസോസിയേഷനിലെ പരിപാടിയില് ഇതൊക്കെ കളിച്ചിട്ടുള്ളൂ. മറ്റേ ഇത് കൊണ്ടുപോയി സ്പോർട്സ് അല്ല, നടത്തുന്ന പരിപാടി അസോസിയേഷൻ. മനസ്സിലായി? ആനുകാലിക കറണ്ട് അഫയേഴ്സ് പിടിച്ചാലോ? ആനുകാലികം എടുക്കാം അല്ലേ? അതാണ് ധൈര്യം. ആനുകാലികം തന്നെ എടുക്കാം. അവർക്കും പങ്കിടാമല്ലോ. ഇല്ല, ഉത്തരം പറയാൻ അവർക്കില്ല. അവർക്ക് ജോലി ചെയ്യാനേ പാടുള്ളൂ. ആനുകാലികം കാര്യങ്ങൾ. ശരി. ഏത് പ്രശസ്ത വ്യക്തിയുടെ മകന്റെ വിവാഹമാണ് 2024 ജാംനഗറിൽ വെച്ച് നടന്നത്? 5000 കോടിയിലേറെ ചെലവിട്ട് നടന്നത്. അംബാനി ആയിരിക്കും, വേറെ വഴിയില്ല. ആയിരിക്കും. അംബാനി ഉറപ്പല്ലേ? വേറെ ആരും ഇത്രയൊക്കെ വേറെ ആരും ഇത്രയും ചെലവാക്കാനല്ല. നമ്മള് ചെലവാക്കുവോ? ഇല്ല, നമ്മളെ അംബാനി. ആനന്ദ് അംബാനിയുടെ കല്യാണമാണ് നടന്നത്. അതെ, കറക്റ്റ് ആണ്. അപ്പൊ ഇത്തവണ നമ്മൾ നിഹാലിനെ ഓടിക്കണോ അതോ ഷഹുവിനെ ഓടിക്കണോ? ഷഹുവിനെ അടുത്ത്. അപ്പൊ നിഹാലിന് ഇത്തവണ നിഹാൽ ഓടട്ടെ. എന്താ ചേച്ചി ഗെയിം എന്ന് അറിയാം. ചേച്ചി എന്താണ് സാധനം? എന്താണ്? ഇങ്ങോട്ട് വാ, തരാം ഞാൻ. ഓക്കെ, എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസൽ ജോസഫിനെയും നിവിൻ പോളിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിഹാൽ മോൻ ചെയ്യേണ്ട ടാസ്ക്. ഓ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ടാസ്ക്. കറക്റ്റ്. ഓ, വിധിൻ ചേട്ടാ, ഇവിടെ ഇങ്ങനെ
ബേസിലേട്ടന്റെ കുറെ ഭാഗങ്ങളും ഉണ്ട്, നിവിൻ ചേട്ടന്റെ കുറെ ഭാഗങ്ങളും ഉണ്ട്. ഇതെല്ലാം ചേർത്തിണക്കി അവരുടെ ഫേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. രണ്ടുപേരെ ഉണ്ടാക്കണം. ഞാൻ വേണമെങ്കിൽ ഈ എന്നെ ചേച്ചി നോക്കുന്നത് തരണ്ടാത്തതാണ്. പിന്നെ എന്റെ ഒരു മനസ്സ് നല്ല മനസ്സായതുകൊണ്ട് വേണമെങ്കിൽ ഒരാളെ ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഒരെണ്ണം ഉണ്ടാക്കിയത് കേട്ടാ, അല്ലെങ്കിൽ നിവിൻ ഉണ്ടാക്കി വരുമ്പോ ആരാവൂന്ന് ഞാൻ ഇപ്പൊ ഓടൂ വാരൂ നേടൂ ഗോ. ചേച്ചിമാര് സഹായിക്കത്തില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് മുഖം ഉണ്ടാക്കുക. ബേസിൽ ജോസഫിനെയാണ് ആള് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബേസിലേട്ടന്റെ ഫേസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ കേട്ടോ, അടിപൊളി അടിപൊളി. നല്ലത് നോക്കി പിടിക്കണം കേട്ടോ. 9, 8, 7, 6, 5, 4, 3. ഞാന് എന്തായാലും ഉറപ്പാ ഇതിലൊന്നുമില്ല. അല്ല, അതിന്റെ കനം നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല, കാരണം അതിൽ നമ്മൾ പേപ്പറേ വെക്കത്തുള്ളൂ. കിട്ടാത്ത സാധനം എന്താന്ന് പറയാം. ബൈ ബൈ, പൊക്കോ. പോട്ടെ. തൽക്കാലത്തേക്ക് ചേച്ചിന്ന് വിളിച്ചതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു, പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്താ അവസാന നിമിഷം വരെ അവിടെ നിന്ന് അഹങ്കാരമല്ലേ അല്ലേ? എന്താണ് നഷ്ടപ്പെട്ടത്? ഇത് കിട്ടൂല, കിട്ടൂലേ? ഞാനത് പെട്ടിരിക്കും. കിട്ടാതെ എടുത്തോണ്ട് സാധനം എന്താ അറിയോ? എന്തേലും വലിയ ഒന്നുമില്ല. എന്റെ അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ. നന്നായി, കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒന്നും പോയില്ലല്ലോ. മോനെ വെച്ചോ. അപ്പോ നമ്മുടെ അങ്ങനെ ആ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ 4ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. റൗണ്ട് 4 പവർ ഓഫ് 2. 2 നേട്ടം. ബസർ റൗണ്ടാണ്. ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തി ഉത്തരം പറയുക. 2 എണ്ണമെങ്കിലും ഒരു ടീം ഉത്തരം പറഞ്ഞിരിക്കണം, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ടീമിന് മാത്രം കിട്ടുന്ന ചാൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം കളിച്ച് അവിടെ ഇരിക്കുന്ന സ്കൂട്ടർ സ്വന്തമാക്കാനുള്ള അവസരം. കിട്ടൂല. എന്തിനാ നമ്മളീ വലിയ ബന്ധങ്ങളിലൊക്കെ ഉള്ളത് തന്നെ സ്കൂട്ടർ. ഓക്കെ, അപ്പൊ ശരിക്കും ധ്യാനുമായിട്ട് ഫസ്റ്റ് ടൈം ആണല്ലോ സിനിമയില്, ഫുൾ ലെങ്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യമായിട്ടല്ലേ ഒരുമിച്ച് ചെയ്യുന്നു? മാത്രല്ല, അപ്പൊ ധ്യാനുമായിട്ടുള്ള ഫിലിം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാൻ ചേട്ടനായിട്ട് യവനായിരിക്കും കൂടുതല്. ഇവൻ അവിടുത്തെ ഒരു ജൂനിയർ ധ്യാൻ ശ്രീനിവാസന്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടുകൊടുത്ത് കളിയാക്കി അങ്ങനെയാണോ? സ്പേസ് അല്ലേ? പടത്തിലും അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ഒരു ഇതിനകത്ത് പറഞ്ഞ കുറച്ച് സീരിയസ് ഒരു ത്രില്ലർ പടമായോണ്ട് ഇൻവെസ്റ്റിഗേഷൻ പടമായോണ്ട് ഒരുപാട് ഹ്യൂമർ പരിപാടിയുള്ളൂ. സിറ്റുവേഷൻ അല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമർ പരിപാടി. അപ്പൊ നമുക്ക് റൗണ്ട് 4 കടക്കാം. 3 ചോദ്യങ്ങൾ, അതിൽ 2 എണ്ണമെങ്കിലും ഉത്തരം പറയണം. 2 എണ്ണം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടറിന്റെ ഗെയിമിലോട്ട് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്താണ്? പറയൂ. അറിയാൻ തോന്നുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി പൂവാണോ? കുരുമുളക്. അവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അവിടെ അവരല്ലേ ആദ്യം പ്രസ് ചെയ്തേ? കുരുമുളക്. ആലോചിച്ചെടുത്ത് പറഞ്ഞത് കുരുമുളക്. അത് രാജാവാണല്ലോ. റാണി തെറ്റാണ്, ഉത്തരം തെറ്റാണ്. കുരുമുളക് തെറ്റാണ്. അപ്പൊ ഇനി ഉത്തരം അപ്പൊ അത് സേഫായി. മനപ്പൂർവ്വം അവരെ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഉത്തരം ചതിച്ചു? ഏതായിരിക്കും? കുരുമുളകല്ലാന്ന് മനസ്സിലായല്ലോ. അതെ. അപ്പൊ ഏലക്ക ചോദിക്കല്ലേ, കറക്റ്റായിട്ട് ഉത്തരവാണേ അത് പറയൂ. ആണോ? ആയിരിക്കും. ഏലക്ക ഗ്രാമ്പൂ ആയിരിക്കും. കറക്കി കുത്തി പറഞ്ഞു. ഒരമ്മക്കട്ടെ പോയി ഗ്രാമ്പൂ. ഉറപ്പാണോ? അതോ ആദ്യം പറഞ്ഞത് പറയണോ? എന്താ പറയണ്ടേ? ഉറപ്പിച്ചു. ഏലക്ക ഉറപ്പിച്ചു. ഇത് കള്ളക്കളി. ഇത് പണ്ട് സുരേഷ് ഗോപി പഴയ ചെയ്യുന്ന പരിപാടി. ഒന്നുകൂടെ നിങ്ങളെ അവര് പറഞ്ഞ ഉത്തരം എടുത്ത് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറ. ഏലക്കല്ലേ? ശരി, ഏലക്ക. ഷാജണ്ണൻ പറഞ്ഞല്ലേ ഏലക്ക. ഏലക്കയാണ് ശരിയായ ഉത്തരം. ഇത് കള്ളക്കളില്ല. ചെറിയൊരു സുരേഷ് ഗോപി.
ക്വസ്റ്റ്യൻ നമ്പർ 2. ജ്ഞാനപീഠം അവാർഡിന്റെ പുരസ്കാര തുക എത്രയാണ്? പോയി ഞാൻ ഇതിനെ വേണമെങ്കിൽ ഒരു ക്ലൂ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അഴകിയ രാവണനില് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അഴകിയ രാവണനില് മറ്റേ ടൈലറിന്റെ മറ്റേ കഥ വെച്ചിട്ട് പറഞ്ഞു വരുമ്പോ അതിൽ കിട്ടിയത് ഇത്രയും രൂപ എന്ന് പറയുമ്പോ ജ്ഞാനപീഠം പോലും ഇത്രയും. ഇവിടെ ഞെക്കി കഴിഞ്ഞു. 2 ലക്ഷം രൂപ. ഉറപ്പാണോ 2 ലക്ഷം? നമ്മൾ ഉറപ്പിക്കുക. 2 ലക്ഷം തെറ്റാണ്. അപ്പോ നിങ്ങളുടെ ചാൻസ്. കറങ്ങിക്കോ ആലോചിച്ച് നോക്ക്. 2 അക്കം 3 അക്കം അങ്ങനെ എന്തെങ്കിലും ക്ലൂ ഉറപ്പായിട്ടും ഇതിൽ കൂടുതലാണ്. ഇപ്പൊ സംശയം ഇതിൽ കൂടുതലാണ് മാത്രല്ല ഈ പറഞ്ഞ ഇതിൽ ഏതിന്റെ ഇടയിൽ നിക്കും കൂടുതലാണ്. വേറെന്താ പറയാൻ വന്നത് പറയട്ടെ. 2 അക്കമാണ്. അത് പിന്നെ 2 അക്കമല്ലേ ഉള്ളൂ. 2 അക്കമാണ് മനസ്സിലായി. എന്നുവെച്ചാ 1 പറ. 10 15 20 25 അങ്ങനെ അതിന്റെയൊക്കെ ഇടയിലായിട്ടൊക്കെ വരാം. പറഞ്ഞോ 10 ആണോ 15 ആണോ? സംശയിക്കല്ലേ. 15 12 ഇതിലെ 3-ലേതോ? ഇനി എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. 15 തെറ്റാണ്. 11 ലക്ഷം രൂപ. എടാ എന്റെ മനസ്സുണ്ടായിരുന്ന എന്നിട്ട് എന്തത് പുറത്തു വരാനേ വന്നില്ല. ഇതോടുകൂടി നിങ്ങളുടെ ഈ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ്. ആണ് പക്ഷെ പോറായിട്ടില്ല. കാരണം അവർക്കൊരു ചോദ്യം കൂടി ഉണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ആ ചോദ്യം നിങ്ങൾക്ക് ഉത്തരം ഉള്ളത് കിട്ടിയില്ല. ഇനി അതിൽ നിന്ന് പിടിക്കില്ല. അതിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞ 1 1 ആവും. അപ്പൊ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. പോയില്ലേ? അവര് പറഞ്ഞ 2 കിട്ടി അവർ കയറും. നമുക്ക് നോക്കാം അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വാമി വിനോദ് ഭാരതി എന്ന പേരിൽ ഓഷോ രജനീഷിന്റെ അമേരിക്കയിലെ ആശ്രമത്തിൽ 4 വർഷം ചെലവഴിച്ച പ്രശസ്ത വ്യക്തി ആരാണ്? പുള്ളിക്ക് തന്നെ ചിരി വരുന്നു. വിനോദ് ഭാരതി എന്നുള്ള പേരിൽ ഓഷോ രജനീഷിന്റെ ഓഷോയുടെ ആശ്രമത്തിൽ 4 വർഷം ചെലവഴിച്ച പ്രശസ്ത വ്യക്തി ആരാണ്? വിനോദ് ഭാരതി എന്നല്ലേ? അപ്പൊ ആണ് തന്നെയാണ്. ഈ നിൽക്കുന്ന ആളും വിനോദാണല്ലോ. ഞാനല്ല. വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു ബോളിവുഡ് നടനാണ്. ചുമ്മാ തെറ്റിക്കാതെ കേട്ടോ. രാജേഷ് ഖന്ന. അതാണ് പറയുന്ന ഉത്തരം അല്ലേ? ശരിയാണ്. തെറ്റാണ്. പക്ഷേ നിങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. കാരണം ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടായിരുന്നു. ഖന്നയും ഇവിടെ നിന്ന് പറഞ്ഞല്ലോ, വിനോദ് ഖന്ന. കുഴപ്പമില്ല. എന്തായാലും ഗെയിം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ എല്ലാരും കൂടി ആയിട്ട് കുറെ സമയം ആടിച്ചു പൊളിച്ച് ആഘോഷിച്ചു പോയി. വരൂ, ഷാബാസിന്റെ പ്രാസം കൂടി വരൂ. അപ്പോ നിങ്ങളെ എല്ലാരും ഇവിടെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഉജ്വലന്റെ പേരിലാണെങ്കിലും നിങ്ങൾ ശരിക്കും എത്രയോ നേരത്തെ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫേമസ് ആണ്. കുഡോസ് മീഡിയ ആ രീതിയിൽ വളരെ പോപ്പുലർ ആണ് യൂട്യൂബിലും ഒക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു സിനിമ എന്ന് പറയുന്ന സംരംഭം അത് ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.